കഴിഞ്ഞ വീഡിയോയിലുള്ള പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മൾ പറഞ്ഞു C1 C2 കോഫിഷ്യന്റ് മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് ക്യാപിറ്റൽ ഡെൽറ്റ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഡിറ്റർമിനൻ്റ് കാണാം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ എന്നൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യം മൾട്ടിപ്ലൈ 1 ഇൻറ്റു ഇത് ചെയ്യാം, പിന്നെ 1 ഇൻറ്റു -2 ലാംഡ, പിന്നെ അതിനുശേഷം 4/3 ഇൻറ്റു 1 4/3 ലാംഡ ഇൻറ്റു -2/3 ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മൈനസ് പ്ലസ് ലാംഡ സ്ക്വയർ ഒക്കെ ഉണ്ടാവും. സിംപ്ലിഫൈ ചെയ്താൽ അവസാനം ഇവിടെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ലാംഡ സ്ക്വയർ പ്ലസ് 6 ലാംഡ പ്ലസ് 9 = 0. അപ്പോൾ ഈ ഫോർമുല അറിയാമല്ലോ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കാണാനുള്ള ഫോർമുല വെച്ചാൽ ഈക്വൽ റൂട്ട്സ് ആയിരിക്കും, ഡിസ്ക്രിമിനൻ്റ് 0 ആയിരിക്കും. അപ്പോൾ ഈക്വൽ റൂട്ട്സ്, അപ്പോൾ ലാംഡയ്ക്ക് ഒരു വാല്യൂ ഉള്ളൂ, -3 എടുത്താൽ മതി. അപ്പോൾ എന്തൊരു ഈ കിട്ടുന്ന വാല്യൂ ലാംഡ നമ്മൾ C1 C2 കാണേണ്ടത്. അപ്പോൾ ഇക്വേഷൻ 3ൽ കൊടുക്കുക. ഇക്വേഷൻ 3 ലാംഡ കാണുന്നത് -3 കൊടുത്താൽ പിന്നെ ആ ഇക്വേഷൻ 3ലും C1 C2 ബാക്കിയുണ്ടാവും അറിയാത്തത്. രണ്ടും ഒരേ ഇക്വേഷനായിട്ട് മാറും. ഇക്വേഷൻ 3ൽ രണ്ടും ഒരേ ഇക്വേഷനായിട്ട് മാറും. അപ്പോൾ ഇത് 3 ക്യാൻസൽ ചെയ്താൽ C1 - C2 = 0 എന്നിട്ടു. അതിൻ്റെ അർത്ഥം C2ന് C1 കൊടുക്കാം, C2 = C1 ആയിരിക്കും. അപ്പോൾ ഇനി ഒറിജിനൽ സൊല്യൂഷനിലേക്ക് വരികയാണ്. ഇക്വേഷൻ 2ൽ ഇപ്പോൾ അറിയാത്ത കാര്യങ്ങളൊക്കെ കിട്ടി. C1 C2 കിട്ടിയില്ല, രണ്ടും ഈക്വലാന്ന് കിട്ടി. അല്ലെ എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് C2 കാണുന്നിടത്ത് C1 കൊടുക്കുക, C1 കാണുന്നിടത്ത് C1 തന്നെ വെക്കുക, C2 കാണുന്നിടത്ത് C1 കൊടുക്കുക. അതവിടെ ചെയ്ത് C2 കാണുന്നിടത്ത് C1 കൊടുത്തു. പിന്നെ ലാംഡയുടെ വാല്യൂ കൊടുത്തു, ലാംഡ -3 കൊടുത്തു. അപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എല്ലാം കിട്ടി. പിന്നെ C1 മാത്രമേ അറിയാത്തുണ്ടാവും. അപ്പോൾ C1 ഇങ്ങനെ വരും. അവസാനം സിംപ്ലിഫൈ ചെയ്താൽ ഇത് സൊല്യൂഷൻ ഇങ്ങനെ വരും. പക്ഷേ ഇത് ഒരു ക്യാപിറ്റൽ ഏതെങ്കിലും കൊടുത്താൽ മതി, കാരണം ഇത് ആർബിട്രറി ആണ്. C1 ചേഞ്ച് ചെയ്യാമല്ലോ, അപ്പോൾ കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ ഇത് വേറൊരു കോൺസ്റ്റൻ്റ് ക്യാപിറ്റൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ y(x) ക്യാപിറ്റൽ A ഇൻറ്റു x ഇൻറ്റു 1 - 2x എന്ന രൂപത്തിൽ സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഈ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആണ്. അപ്പോൾ ബാക്കിയുള്ള ഈ ഭാഗമാണ് ശരിക്കും ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ. ഏതിന് കറസ്പോണ്ടിങ് ടു ലാംഡ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ -3. അപ്പോൾ ലാംഡയുടെ വാല്യൂ -3 കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന സൊല്യൂഷനാണിത്. ഇതിന് A എന്ന് കൊടുത്തു. അപ്പോൾ ഇത്രയും ഭാഗം A ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന ഭാഗമാണ് ഫംഗ്ഷൻ, ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയും. കറസ്പോണ്ടിങ് ടു ലാംഡ -3 കറസ്പോണ്ടിങ് അല്ല ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ അല്ലെങ്കിൽ സൊല്യൂഷൻ ആയിരിക്കും ഇത്. ഓക്കെ, അല്ലെങ്കിൽ ഐഗൺ ഫംഗ്ഷൻ എന്ന് കൂടി പറയും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇത് മിക്കവാറും ക്വസ്റ്റ്യനിൽ കാണുന്നതാണ്. അതായത് ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഉണ്ടെങ്കിൽ വ്യത്യസ്തങ്ങളായ, ഇതിപ്പോൾ നേരത്തെ ഈ ഒരേപോലെയാണ് വന്നത്, വ്യത്യസ്തങ്ങളായ രണ്ട് റൂട്ട്സ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഉണ്ടെങ്കിൽ അവയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതുപോലെ നമുക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടും, y(m)(x) y(n)(x) കിട്ടും. പക്ഷേ അന്നേരം അതെന്തായിരിക്കും, അത് ഓർത്തോഗണലായിരിക്കും. ഇത് ഈ ഇക്വേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഫ്രെഡോം ഇക്വേഷൻ്റെ ഈ തരത്തിലുള്ള ഫ്രെഡോം ഇക്വേഷനാണ്. അവിടെ ഇത് ഒരു കണ്ടീഷൻ എന്താ വെച്ചാൽ ആ ഫ്രെഡോം ഇക്വേഷനിലെ കേർണൽ സിമെട്രിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിഫറൻറ്റ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഫങ്ഷൻസ് ഓർത്തോഗണലായിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. ഓർത്തോഗണലാണെന്ന് പ്രൂവ് ചെയ്യണം. ഷോ ദാറ്റ് y(m)(x, y(n)(x) ആർ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം y(m)(x) ഇൻറ്റു y(n)(x) ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 0 ആയിരിക്കും. y(m)(x) ഇൻറ്റു y(n)(x) dx ഇൻ്റഗ്രൽ A to B ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കുന്ന അർത്ഥം ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിങ്ങനെ സ്പെസിഫിക് ആയിട്ട് y(m), y(n) അല്ലെങ്കിൽ ലാംഡ(m), എന്ന് പറയാതെ വളരെ ഷോർട്ടായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുകയെന്ന് വെച്ചാൽ ഷോ ദാറ്റ് ഐഗൺ ഫങ്ഷൻസ് ഓഫ് എ സിമെട്രിക് കേർണൽ, അതായത് ഇതിൽ വരുന്ന കേർണൽ സിമെട്രിക് ആണ്, കറസ്പോണ്ടിങ് ഡിഫറൻറ്റ് ഐഗൺ വാല്യൂസ് ആർ ഓർത്തോഗണൽ എന്ന രൂപത്തിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും. അപ്പോൾ രണ്ടും ഒരേ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്മളീ പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് ഐഗൺ വാല്യൂസ് ലാംഡ(m), ലാംഡ(n) എടുക്കുക. വ്യത്യസ്തങ്ങളാണ് കാണിക്കുക, ഈക്വൽ അല്ല എന്നറിയാം. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസാണ് ഇതിൻ്റെ ഹോമോജീനിയസ് ഫ്രെഡം ഇൻ്റഗ്രൽ ഇക്വേഷൻ. ഈ തരത്തിലുള്ള ഹോമോജീനിയസ് ഇക്വേഷനാണ്. f(x) ഇല്ല, ക്യാപിറ്റൽ F(x) ഇല്ല. ഇവിടെ ഒരു പ്രത്യേകത ഇത് സിമെട്രിക് ആണ്. അതുപോലെ ഇത് ലാംഡ(m) കറസ്പോണ്ടിങ് ആയുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ y(m)(x) എന്നും ലാംഡ(n) കറസ്പോണ്ടിങ് ആയുള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ്റെ y(n)(x) എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സൊല്യൂഷനാണിത്. y(x) പകരം y(m)(x) കൊടുക്കുക, സൊല്യൂഷനാണ്. ലാംഡയ്ക്ക് പകരം ലാംഡ(m) കൊടുക്കുക, ഇതാണ് സൊല്യൂഷൻ. k(xi) ഉള്ളിൽ y(m)(xi) dψ അതാണ്.
വൈ എം ഇതാണ് സൊല്യൂഷൻ. ഈ ഒരു ഇൻ്റഗ്രൽ ഇക്വേഷനിൽ ഇതാണ് വൈ ഓഫ് സൈ അല്ലെങ്കിൽ വൈ ഓഫ് എക്സ് ഒക്കെയാണ് സൊല്യൂഷൻ. അപ്പോൾ അത് എന്താകുമ്പം വൈ എം ഓഫ് എക്സ് ആകുമ്പോൾ അതിന് ഏത് ലാംഡയ്ക്കാണ് ലാംഡ എമ്മിന്. അപ്പോൾ ലാംഡയിലെടുത്ത് ലാംഡ എമ്മും വൈ ഓഫ് എക്സിലെടുത്ത് വൈ എം ഓഫ് എക്സും കൊടുക്കുക ഇവിടെ. അതാണ് ഇവിടെ ചെയ്തത്. ഇതേപോലെ തന്നെ ലാംഡയെടുത്ത് ലാംഡ എന്നും അതിൻ്റെ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ എന്താ വൈ എൻ ഓഫ് എക്സും കൊടുക്കുക വൈ ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത്. അങ്ങനെയാണ് ഇവിടെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ഈ രണ്ട് ഇക്വേഷൻ വരിക. അതിന് 1, 2 ഇക്വേഷന് പേര് കൊടുക്കുക. ഇനി ഈ ആദ്യത്തെ ഇക്വേഷനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? വൈ എൻ ഓഫ് എക്സ് നമുക്ക് ഓർത്തോഗണൽ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് വൈ എം ഓഫ് എക്സും വൈ എൻ ഓഫ് എക്സും ഓർത്തോഗണലാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ വൈ എൻ ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വൈ എൻ ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എ ടു ബി ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇത് 0 എന്ന് കാണിക്കണം, അത് നമ്മൾ ഉദ്ദേശം. അപ്പോൾ ഈ സൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യും, അതേപോലെ ഇപ്പുറത്ത് ചെയ്യണം. അപ്പോൾ ഇപ്പുറം ചെയ്യുമ്പോൾ ലാംഡായും കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, എ ടു ബി അത് വൈ എൻ ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ഇവിടെ ഉള്ളതിന് ഉണ്ട്. ഇതിന് ഈ ഇൻ്റഗ്രൽ അവിടെ ഉള്ളത് ലാംഡായും പുറമെ എടുക്കുക, കോൺസ്റ്റൻ്റ് ആണ്. ഈ മൊത്തത്തിലുള്ളതിന് ഒരു വൈ എൻ ഓഫ് എക്സ് കൊണ്ട് പുറമേ നിന്ന് മൾട്ടിപ്ലൈ കണ്ടോ. അതിന് ശേഷം ഇൻ്റഗ്രേറ്റ് ടു ബി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വിത്ത് ഒരു എക്സിൻ്റെ ഫംഗ്ഷൻ, അതുകൊണ്ട് ഡി എക്സ് എന്നാണ് അവിടെ ഡി എക്സ് കേട്ടോ. ഇതിൻ്റെ വൈ എൻ ഓഫ് എക്സ് ഡി എക്സ് വേണ്ട, എന്തായാലും മൾട്ടിപ്ലൈ ഒരു ഇൻ്റഗ്രേറ്റ് ടു ബിക്ക് ഒരു ഡി എക്സ് വേണ്ട, അതാണ്. ഇതാദ്യം അവിടെ ഉള്ളതാണ്, അതിനെയാണ് വൈ എൻ ഓഫ് എക്സ് മൾട്ടിപ്ലൈ ചെയ്ത്. ഓക്കെ, വൈ എം ലാംഡായും പുറമേ എടുത്തു. ഓക്കെ, അങ്ങനെയാണ് അത് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി ഈക്വൽ ടു ഈ സൈഡ് തന്നെ ആയിരുന്നു കണ്ടിന്യൂ ചെയ്യണം. ഈക്വൽ ടു ലാംഡ എം ഇൻറ്റു ഇവിടെ ഒരു ആദ്യം വിത്ത് റെസ്പെക്ട് സൈ പിന്നെ വിത്ത് റെസ്പെക്ട് എക്സ്. ഇത് ഓർഡർ മാറ്റാം. ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ് പിന്നെ വിത്ത് റെസ്പെക്ട് സൈ പറയാം. വിത്ത് റെസ്പെക്ട് എക്സ് പറയുമ്പോൾ എക്സിൻ്റെ ഫംഗ്ഷൻ അതിൻ്റെ കൂടെ എഴുതേണ്ടത്. വിത്ത് റെസ്പെക്ട് സൈ പറയുമ്പോൾ സൈൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ മാറ്റി എഴുതുമ്പോഴാണ് കെ ഓഫ് എക്സ് ഐ, അതിൽ എക്സ് ഉണ്ടല്ലോ, പിന്നെ വൈ എൻ ഓഫ് എക്സ് അതിൽ എക്സ് ഉണ്ടല്ലോ, ഡി എക്സ് പറയാം ആദ്യം. എല്ലാം രണ്ടും ഒരേ ലിമിറ്റാണ് ഇൻ്റഗ്രേറ്റ് ബി. പിന്നെ വിത്ത് റെസ്പെക്ട് സൈ ആക്കുമ്പോൾ സൈൻ്റെ അത് വേറെ, അത് വൈ എം ഓഫ് സൈ ഉള്ളൂ, വൈ എം ഓഫ് സൈ. അതായത് ജസ്റ്റ് നമ്മൾ അവിടെ ഓർഡർ ഒന്ന് മാറ്റി. നേരത്തെ ഉണ്ടായിരുന്നത് ആദ്യം വിത്ത് റെസ്പെക്ട് സൈ ആയിരുന്നു, പിന്നെ വിത്ത് റെസ്പെക്ട് എക്സ് ആയിരുന്നു. ഈ ഇൻ്റഗ്രൽ ചെയ്തതിന് ശേഷമാണ് പിന്നെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുന്നത്. വിത്ത് റെസ്പെക്ട് സൈ ഇൻ്റഗ്രൽ ചെയ്തതിന് ശേഷം ഇത് നേരെ തിരിച്ചാൽ ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ് ആണ് വരുന്നത്. അപ്പോൾ എക്സുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ അതിൻ്റെ കൂടെ ചെയ്താൽ ഒരേ ലിമിറ്റാണ് രണ്ടിനും. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ബി കെ ഓഫ് എക്സ് ഐ, ഇതിനുള്ളിൽ എക്സ് ഉണ്ട്, വൈ എൻ ഓഫ് എക്സ് ഉണ്ട്, ഡി എക്സ് പിന്നെ ഇൻറ്റു പിന്നെ ഇൻ്റഗ്രേറ്റ് ബി വേറെ ഉള്ളത് ഇൻറ്റു ഡി സൈ വരണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇൻ്റഗ്രേറ്റ് ബി, ഇത് വൈ എം ഓഫ് സൈ എടുക്കുക. അതാണ് അവിടെ ചെയ്തത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സിമെട്രിക് ആയതുകൊണ്ട് അങ്ങോട്ടോട് മാറ്റിയിടാം. രണ്ട് സെയിം ആയിരിക്കും, കെ ഓഫ് എക്സ് ഐ ആയാലും സൈ എക്സ് ആയാലും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ ഇവിടെ മാറ്റാം, ഇവിടെ മാറ്റി എക്സ് മാറ്റി സൈ ആക്കി, ഒരു ചേഞ്ചും വരില്ല. അങ്ങനെ മാറ്റുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് സിമെട്രിക് ആയതുകൊണ്ട്, സിമെട്രി ഫംഗ്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, അത് വേണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഞാൻ നോക്കാം. നമുക്ക് കെ ഓഫ് എക്സ് സൈ എന്നുള്ളത് സപ്പോസ് ഇത് എക്സ് പ്ലസ് സൈ ആണെന്ന് വെച്ചോ, സിമെട്രിക്കാണ്. ഇത് മാറ്റിയിട്ടാലും പ്രശ്നമൊന്നുമില്ല. കെ ഓഫ് സൈ എക്സ് ആയാലും അങ്ങോട്ട് റോള് മാറുന്നല്ലോ, ഇത് മാറും, അങ്ങോട്ടും മാറുന്നില്ല. അപ്പോൾ രണ്ടും ഒരേ കാര്യം തന്നെയാണ്, ഒരേ കാര്യമാണ്. ഇനി ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ, അതായത് കെ ഓഫ് എക്സ് ഐനെ ഒരു മൾട്ടിപ്ലൈ ചെയ്യുന്ന നമ്പർ ഇപ്പോൾ ഒരു വൈ എൻ ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. വൈ എൻ ഓഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡി എക്സ് എഴുതുന്നു. ഇനി നമ്മളിത് സിമെട്രിക് ആയിട്ട് കൊണ്ടുകൊണ്ട് മാറ്റും, സൈ എക്സ് ആക്കും. ശരി, സൈ എക്സ് ആക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇതാണെങ്കിൽ എക്സ് പ്ലസ് ഐ, വൈ എൻ ഓഫ് എക്സ് സപ്പോസ് എക്സ് ആ വിചാരിച്ചു, ഫംഗ്ഷൻ ഓഫ് എക്സ് ഒരു എക്സ് ആ വിചാരിച്ചോളൂ, ഡി എക്സ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്, ഒരു 0 to 1 എന്താ വിചാരിച്ചു, ഇൻ്റഗ്രേറ്റ് ചെയ്യുക.
അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇപ്പം എന്താ? ഇത് എക്സ് സ്ക്വയർ ഉണ്ട്, അപ്പോൾ എക്സ് ക്യൂബ് ബൈ 3 അല്ലേ. പിന്നെ സൈ എക്സ്, പക്ഷേ വിത്ത് റെസ്പെക്ട് എക്സ് അല്ലേ, അപ്പോൾ സൈ കോൺസ്റ്റൻ്റാണ്. അപ്പോൾ സൈ ഇൻറ്റു എക്സിൻ്റെ എക്സ് സ്ക്വയർ ബൈ 2 വാല്യൂ കൊടുക്കും 0, 1. അപ്പോൾ അതിൻ്റെ ആൻസർ എക്സിനാണ് 1 കൊടുക്കുന്നത്. അപ്പോൾ 1/3 പ്ലസ് ഇവിടെ 1/2 അല്ലെങ്കിൽ സൈ ബൈ 2 എന്ന് വരും. ഇതാണ് ആൻസർ. 0 കൊടുത്താൽ 0 ആയി പോകും ലോവർ ലിമിറ്റിൽ. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇത് തന്നെ ഇത് ഇവിടെ അങ്ങോട്ട് മാറ്റിയില്ലേ, അത് ഇങ്ങനെയായി കെ സൈ എക്സ്. അങ്ങനെ മാറ്റുമ്പോൾ ഇവിടെയും മാറ്റാം, ഇവിടെ എക്സ് മാറ്റാം. അതാണ് വൈ എൻ ഓഫ് സൈ ഡി സൈ എന്നാക്കാം. അപ്പോൾ സൈ ഡി സൈ നാവും രണ്ടും ഒരേ ആൻസർ ആയിരിക്കും. ഇൻ്റഗ്രൽ 0 to 1 ഒരേ ആൻസർ ആയിരിക്കും, കാരണം ഇത് സിമെട്രിക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വരും, സൈ പ്ലസ് എക്സ് ആണ് വരിക, ഇൻ്റഗ്രൽ 0 to 1, പിന്നെ സൈ ഡി സൈ ഒരേ ആൻസറാണ്. വിത്ത് റെസ്പെക്ട് സൈ ആണ്, അപ്പോൾ സൈ സ്ക്വയറിൽ ആദ്യം ഉള്ളത്. അപ്പോൾ സൈ ക്യൂ ബൈ 3, മറ്റേത് എക്സ് കോൺസ്റ്റൻ്റാണ്, വിത്ത് റെസ്പെക്ട് സൈ ആകുമ്പോൾ എക്സ്, മറ്റേ സൈൻ്റെത് സൈ സ്ക്വയർ ബൈ 2. പറഞ്ഞ പോലെ തന്നെ 0, 1 കൊടുത്താൽ 0, 1 കൊടുത്താൽ കിട്ടുന്ന ആൻസറിൽ വ്യത്യാസം ഉണ്ടാവില്ല. ആൻസർ അതേപോലെ തന്നെയാണ് വരിക, ഇതേ പാറ്റേണിലാണ് വരിക. 1/3 പ്ലസ് എക്സ് ബൈ 2 എന്ന രൂപത്തിലാണിത് വരിക, ആൻസർ വരിക ഈ തരത്തിൽ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കേർണൽ സിമെട്രിക് ആയതുകൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ രണ്ട് ഈക്വലാണല്ലോ, ഇത് രണ്ട് ഈക്വലാണല്ലോ സിമെട്രിക് ആയതുകൊണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എക്സസൈസ് കൊണ്ട് മാറ്റുമ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗത്തിന് ചെയ്യാം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ വന്നിട്ടുള്ള മാറ്റം. ഇത് സിമെട്രിക് ആയതുകൊണ്ട് ഇത് അങ്ങോട്ട് മാറ്റിയിടാം, വ്യത്യാസമൊന്നും വരില്ല, സെയിം ആയിരിക്കും. അപ്പോൾ ഇതും അങ്ങനെ എക്സിന് സൈ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഈ കിട്ടുന്ന ഈ രണ്ട് ഫംഗ്ഷനും ഒരേ പാറ്റേൺ, ഒരേപോലെയുള്ള ഫംഗ്ഷനായിരിക്കും. ഓക്കെ, ഇനി ഇവിടുന്ന് ഈ വാല്യൂ വീണ്ടും കെ ഓഫ് സൈ എക്സിന് കെ ഓഫ് എക്സ് ഐ എന്നെ ആക്കി മാറ്റാം. അതുകൊണ്ട് സിമെട്രിക് ആണല്ലോ. അങ്ങനെ അടുത്ത സ്റ്റെപ്പിൽ എഴുതും. ഇത്രയും ഭാഗം ഇക്വേഷൻ 2-ൽ നിന്ന് കിട്ടും. ഇക്വേഷൻ 2-ൽ നിന്ന് അത്രയും ഭാഗം ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്തതിന് തുല്യമായിരിക്കും. വൈ എൻ ഓഫ് എക്സ് ബൈ ലാംഡ എന്ന് തുല്യമായിരിക്കും. അതാണ് അവിടെ കൊടുക്കുന്നത് അല്ലേ. വൈ എൻ ഓഫ് എക്സ് ബൈ ലാംഡ എൻ എന്ന് കൊടുത്തു ഇതിന് പകരം ഇക്വേഷൻ 2 കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കോൺസ്റ്റൻസ് ആണ്, പുറമെ എടുക്കാം. അങ്ങനെ പുറമെ എടുത്ത് കഴിഞ്ഞാൽ ഈ സൈഡുള്ളത് ഇപ്പുറത്തുള്ളത് ഇവിടെ എഴുതി ലാംഡ എം ബൈ ലാംഡ എൻ. ഇത് ബാക്കി വരുന്നത് ഇതാണ്, ഇൻ്റഗ്രേറ്റ് വി വൈ എം സൈ ഇൻറ്റു വൈ എൻ എക്സ് ഡി സൈ എന്നാണ് വരുന്നത് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ വിത്ത് റെസ്പെക്ട് സൈ ആണ്. അപ്പോൾ വൈ എൻ ഓഫ് എക്സിന് കോൺസ്റ്റൻ്റ് ആണ്, ഇതിന് ബാധകമല്ല, ഇൻ്റഗ്രേഷൻ ഇതിന് ബാധിക്കില്ല. പിന്നെ ഇത് ഡെഫിനറ്റ് അല്ല, വാല്യൂ കൊടുക്കുന്ന ലിമിറ്റ് അവസാന ലിമിറ്റ് കൊടുക്കില്ല. അതുകൊണ്ട് സൈ മാറ്റി എക്സ് ആക്കാം, ആക്കാൻ പറ്റും നമുക്ക്. സൈ മാറ്റി എക്സ് ആക്കിയാൽ ലാംഡ എം ബൈ ലാംഡ എൻ ഇവിടെയാണ് സൈ ആയിരുന്നു, ഇവിടെ എക്സ് ആക്കി, ഇവിടെ അങ്ങനെ ഡി സൈ ആയിരുന്നു, ഡി എക്സ് ആക്കി. ഇത് ബാധകമല്ല, ഇത് കോൺസ്റ്റൻ്റ് ആണ്, വിത്ത് റെസ്പെക്ട് സൈ ആണ്. അങ്ങനെ തന്നെ നോട്ടെ. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ സൈഡും ഒരേപോലെ ആയിപ്പോയി. ഇതിൻ്റെയാണ് ഇപ്പുറത്തുള്ള ഇൻ്റഗ്രൽ, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇത് ഇപ്പുറത്തേക്ക് ഒരുമിച്ച് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ഇൻ്റഗ്രൽ കോമൺ ആയി എടുത്താൽ 1 മൈനസ് ലാംഡ എം ബൈ ലാംഡ എൻ ടു ദിസ് ഇൻ്റഗ്രൽ ഈക്വൽ ടു 0 എന്നായി. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ലാംഡ എൻ മൈനസ് ലാംഡ എം ഇൻറ്റു ദിസ് ഇൻ്റഗ്രൽ 0 എന്നായി. പക്ഷേ ഇത് രണ്ട് വ്യത്യസ്തങ്ങളാണല്ലോ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ, അതുകൊണ്ട് ഇത് 0 ആവില്ല. അപ്പോൾ ഇത് 0 ആവണം, പ്രോഡക്റ്റ് 0 ആവണം, അപ്പോൾ ഇത് 0 ആവും. അപ്പോൾ ഇത് 0 ആവുന്നതിൻ്റെ അർത്ഥം ഇത് ഓർത്തോകളിലാണ്. ഈ വൈ എം ഓഫ് എക്സും വൈ എൻ ഓഫ് എക്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻ്റഗ്രേറ്റിൽ 0 എന്ന് പറഞ്ഞ അർത്ഥം തമ്മിൽ ഓർത്തോകളിലാണ്. അപ്പോൾ ഈ ഫങ്ഷൻസ് ഓർത്തോഗണലാണ്. ഓക്കെ, ആ രീതിയിലാണ് എൻ്റെ പ്രൂഫ് വരുന്നത്. ഓക്കെ.